സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയങ്ക സ്റ്റിയറിംഗ് പിടിച്ച് വലിക്കുവാണ്. അങ്ങനെ കോൺസെൻട്രേഷൻ പോയി വരുണിൻ്റെ വണ്ടി ഒരു മരത്തിൽ ചെന്നിടിക്കുവാണ് കേട്ടോ. അങ്ങനെ സ്റ്റിയറിംഗ് മുഖം കൊണ്ട് വരുണിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരുവാണ്. അങ്ങനെ വരുണാണെങ്കിൽ മൂക്കിലിങ്ങനെ കൈപിടിച്ച് പ്രിയങ്ക ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക വേഗം തന്നെ ബാഗും ഫോണും ഒക്കെ എടുത്ത് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോയി കളയുവാണ്. വരുണൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അങ്ങനെ വരുൺ മൂക്കി തുടക്കുമ്പോഴായിരിക്കും ബ്ലഡ് വരുന്നത് കാണുന്നത്. വരുണാണെങ്കിൽ തീരെ വയ്യ. അങ്ങനെ പതിയെ കാറിൽ നിന്ന് ഇറങ്ങി കാറിൻ്റെ പുറത്തെ കാറിൽ ഇങ്ങനെ ചാരി നിൽക്കുമായിരിക്കും കേട്ടോ വരുൺ. ഈ സമയം പ്രിയങ്ക ഒരു ഓട്ടോ പിടിച്ച് അതിൽ കയറി പോകുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഓട്ടോയിൽ തിരികെ വന്നുകൊണ്ടിരിക്കുമായിരിക്കും രാധിക യശോദയും. ഈ സമയം ഓട്ടോയിലിരിക്കുന്ന രാധിക അവിടെ കാറിൻ്റെ അരികിൽ നിൽക്കുന്ന വരുണിനെ കാണുവാണ്. അങ്ങനെ ഓട്ടോക്കാരൻ ചേട്ടനോട് വണ്ടി നിർത്താൻ പറയുവാണ് കേട്ടോ. എന്നിട്ട് അമ്മക്ക് വരുണിനെ കാണിച്ചു കൊടുക്കുക. അമ്മേ, ദേ വരുൺ നിൽക്കുന്നു. അങ്ങനെ അവർ രണ്ടാളും ഓട്ടോയിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം വരുണും അവരെ കാണുന്നുണ്ട്. അവരങ്ങനെ വരുണിൻ്റെ അടിക്കിലേക്ക് ഓടിയെത്തുക. അയ്യോ, എന്തു പറ്റി മോനെ? ദേ മൂക്കിൽ നിന്നൊക്കെ രക്തം വരുന്നുണ്ടല്ലോ, എന്താ പറ്റിയത്? ഈ സമയം വരുൺ പറയണേ, അത് ഒന്നുമില്ല, പെട്ടെന്ന് വണ്ടി എൻ്റെ ശ്രദ്ധ ഒന്ന് തെറ്റി ഈ മരത്തിലിടിച്ചതാ. അപ്പോൾ സ്റ്റിയറിംഗ് മുഖം ഇടിച്ചുകൊണ്ട് ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഈ സമയം യശോദ പറയണേ, അല്ല മോനെ, മൂക്കിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരിക്കുക. കുഴപ്പമില്ലമ്മേ, മുഖം ഒന്ന് വെള്ളം വെച്ച് കഴുകിയാൽ മതി, ശരിയായിക്കോളും. അങ്ങനെ പറഞ്ഞ് വരുൺ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബോട്ടിലെടുത്ത് അത് വെച്ച് മുഖം കഴുകുവാണ് കേട്ടോ. എന്നിട്ട് വരുൺ ചോദിക്കണേ, അല്ല നിങ്ങളിത് എവിടെ പോയിട്ട് വരുമായിരുന്നു? ആ സമയം യശോദ പറയണേ, അത് പിന്നെ എനിക്ക് ചെറിയൊരു തളർച്ച പോലെ, അപ്പോൾ മോള് എന്നെ കിട്ടുന്ന ഹോസ്പിറ്റലിൽ പോയതാ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്. അല്ല, മോനെ വേണമെങ്കിൽ ഞങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, മോൻ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. അതൊന്നും വേണ്ടമ്മേ, അങ്ങനെ അത്രയ്ക്ക് കാര്യമായിട്ട് പഠിക്കൊന്നുമില്ല. ഈ സമയം രാധിക പറയണേ, പറയുന്നത് അങ്ങ് കേട്ടാൽ മതി, ഹോസ്പിറ്റലിൽ പോകണം, ഞങ്ങളുടെ കൂടെ അങ്ങ് വന്നാൽ മതി, പറയുന്നതനുസരിക്ക്. അന്നേരം വരുൺ പറയണേ, ശരി ഞാൻ വരാം. അങ്ങനെ രാധികയുടെ വരുണിനോടുള്ള പെരുമാറ്റവും അതുകൊണ്ട് വരുൺ ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ സമ്മതിച്ചതൊക്കെ യശോദ നോട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം രാധിക പറയണേ, കാറ് ലോക്ക് ചെയ്ത് ഇവിടെ തന്നെ ഇട്ടോ, ഞങ്ങളുടെ കൂടെ ഓട്ടോറിക്ഷ വന്നാൽ മതി. ആ ശരി എന്നും പറഞ്ഞ് വരുൺ കാറൊക്കെ ലോക്ക് ചെയ്യുവാണ്. അവർ വന്ന ഓട്ടോ അവിടെ തന്നെ കിടപ്പുണ്ടാകും കേട്ടോ. രാധിക അങ്ങനെ ഓട്ടോയിലേക്ക് കയറുവാണ്. ഈ സമയം രാധികയുടെ പിന്നാലെ തന്നെ ഓടിച്ചാടി വരുണും ഓട്ടോയിലേക്ക് കയറി രാധികയുടെ അരികിൽ തന്നെ പോയിരിക്കുവാണ് കേട്ടോ. ഈ സമയം ഇത് കണ്ട് രാധിക യശോദ ഇങ്ങനെ നോക്കുവാണ്. ഇതെല്ലാം കണ്ടിട്ടാണെങ്കിൽ യശോദയ്ക്ക് എന്തോ പോലെ തോന്നുവാണ് കേട്ടോ. അങ്ങനെ യശോദയും ഓട്ടോയുടെ ഉള്ളിൽ കയറിയിട്ട് രാധികനെ വരുണനെ തന്നെ നോക്കുവാണ്. ഈ സമയം വരുണാണെങ്കിൽ കിട്ടിയ അവസരത്തിന് രാധിക ഇങ്ങനെ അടുത്തേക്ക് ചേർന്ന് മുട്ടിയുരുമിയിരിക്കുവാണ്. അങ്ങനെ രാധിക ഓട്ടോക്കാരനോട് പറയണേ, ചേട്ടാ ഹോസ്പിറ്റലിലേക്ക് എന്നെ തിരികെ പോകും. പിന്നീട് കാണിക്കുന്നത് വരുണിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറിനെയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ മൂക്കിലൊക്കെ പരിശോധിച്ച് നോക്കുക. എന്നിട്ട് ചോദിക്കണേ, അല്ല ശരിക്കും അശ്രദ്ധ കാരണം ആക്സിഡൻറ്റ് പറ്റിയതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയുമായിട്ട് കൂട്ടിമുട്ടിയതാണോ? അല്ല ഡോക്ടർ, എൻ്റെ അശ്രദ്ധ കാരണം മരത്തിലിടിച്ചത് തന്നെയാണ്. അന്നേരം ഡോക്ടർ പറയണേ, അല്ല മറ്റേതെങ്കിലും വണ്ടി ഇടിച്ചതാണെങ്കിൽ പോലീസിൽ ഇൻഫോം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. എന്താണെങ്കിലും ഇനി വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധയോട് കൂടിയൊക്കെ ഓടിക്കാൻ നോക്കും, വേറെ പ്രത്യേകിച്ച് വലിയ പരിക്കുകളൊന്നുമില്ല. ഡോക്ടർ ആ നഴ്സിനോട് വരുണൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറയുവാണ്. എന്നിട്ട് ഡോക്ടർ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അങ്ങനെ നേഴ്സ് വന്ന് വരുണിൻ്റെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കുവാണ്. അതിനുശേഷം രാധികയോട് പറയണേ, കുട്ടി ഈ പഞ്ഞിയുണ്ട്, കയ്യിൽ പതിയൊന്ന് തടവി കൊടുത്തോളൂ. അങ്ങനെ പറഞ്ഞ് നേഴ്സ് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അങ്ങനെ രാധിക പഞ്ഞിയെടുത്ത് വരുണിൻ്റെ കയ്യിൽ ഇങ്ങനെ തടവുകയാണ്. ഈ സമയം വരുൺ ചിരിച്ചുകൊണ്ട് രാധികയെ തന്നെ നോക്കുക. എന്നിട്ട് പറയണേ, ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ തീരെ വേദനിച്ചില്ല എന്ന് പറഞ്ഞ് രാധികയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അന്നേരം രാധിക തിരിഞ്ഞ് യശോദയെ നോക്കുവാണ് കേട്ടോ. ആ സമയം പെട്ടെന്ന് വരണമെന്ന് യശോദയെ നോക്കി ചിരിക്കുന്നുണ്ട്. അന്നേരം യശോദ പറയുന്നുണ്ട്, അല്ല പ്രിയങ്കയെ വിളിച്ച് കാര്യം പറയണ്ടേ? ഇതിനിടയിലേക്ക് ഇനി പ്രിയങ്കയൊന്നും വിളിക്കണ്ട. വരുണിൻ്റെ മറുപടി കേട്ടിട്ട് രാധികയും യശോദയും അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അത് കാണുമ്പോൾ വരുൺ പറയണേ, അതല്ല അയാളെ വെറുതെ ഹോസ്പിറ്റലിലേക്കൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അന്നേരം യശോദ പറയണേ, അതൊന്നും സാരമില്ല, എന്താണെങ്കിലും അവൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ, അവളുടെ കടമയല്ലേ ഇങ്ങനെ ഒരു സമയത്ത് മോനെ ശുശ്രൂഷിക്കുന്നത്. മോൻ പ്രിയങ്കയെ ഫോണിൽ വിളിക്കും. അങ്ങനെ വേറെ വഴിയില്ലാതെ വരുൺ ഫോൺ എടുത്ത് പ്രിയങ്കയെ വിളിക്കുവാണ്. ഈ സമയം പ്രിയങ്ക ഓട്ടോറിക്ഷയിൽ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ വരുണിൻ്റെ കോൾ കാണുന്നതും പ്രിയങ്ക അറ്റൻഡ് ഒന്നും ചെയ്യുന്നില്ല. ആ സമയം വരുൺ പറയണേ, പ്രിയങ്ക കോൾ എടുക്കുന്നില്ല, ചിലപ്പോൾ മുത്തശ്ശിയുടെ അരികിലായിരിക്കും. കുഴപ്പമില്ലെന്നേ, നിങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, മാത്രമല്ല ഇത് കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിലേക്കല്ലേ പോകുന്നത്, അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. അന്നേരം അമ്മ പറയണേ, ഞാനൊന്നവൾ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് യശോദ ഫോൺ എടുത്ത് പുറത്തേക്ക് പോകുവാണ്. ഈ സമയം രാധിക വരുണിനോട് പറയണേ, മുഖത്ത് ചോരിയിരിക്കുന്നുണ്ടല്ലോ, ഞാൻ സിസ്റ്ററിനെ വിളിക്കട്ടെ? അതൊന്നും വേണ്ട, അവിടെ പഞ്ഞിരിപ്പുണ്ട്, താൻ തുടച്ച് തന്നാൽ മതി. അത് ഞാൻ തുടച്ചതാടോ. അങ്ങനെ രാധിക അവിടുന്ന് പഞ്ഞിയെടുത്ത് വരുണിൻ്റെ മൂക്കിലുള്ള ചോരയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അത് വെച്ച് ഒപ്പി ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം രാധിക യശോദ വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ എത്തി നോക്കുക. അന്നേരം രാധികയോട് വരുൺ പറയണേ, താൻ എന്തിനിങ്ങനെ പേടിക്കുന്നത്? എനിക്കറിയാം
താൻ ഇത്രയൊക്കെ എന്നിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചാലും തൻ്റെ ഉള്ളിൽ നിറയെ എന്നോടുള്ള സ്നേഹമാണെന്ന്. ഈ സമയം രാധിക മറുപടി ഒന്നും പറയാതെ വരണ്ട മുറി ഇങ്ങനെ ഒപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഈ കാഴ്ച കണ്ട് യശോദ അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. യശോദയെ കാണുന്നതും രാധിക പെട്ടെന്ന് ടെൻഷനാകുക. അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പരിങ്ങുവാണ്. രാധികയുടെ വരൻ്റെ പെരുമാറ്റവും അവർ കാണിക്കുന്നതൊന്നും യശോദക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് തിരിച്ചെത്തുന്ന പ്രിയങ്കേനെയാണ്. അങ്ങനെ പ്രിയങ്ക ഓട്ടോക്കാരന് പൈസയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുക. എന്നിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു നിമിഷം പ്രിയങ്ക ഒന്ന് ആലോചിക്കുക. ഓ, ഇനി അകത്തേക്ക് കയറിയ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമല്ലോ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക തിരിഞ്ഞ് നടക്കുമായിരിക്കും. ഈ സമയം പുറത്തേക്ക് വരുന്ന കൽപ്പനയും മുർവശിയും പ്രിയങ്കയെ കാണുക. ആ പ്രിയങ്ക, നിന്റെ കറക്കൊക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അല്ല, വരനെവിടെ? വരണിൻ്റെ കൂടെ അല്ലേ പോയത്? വരനെ കാണാനില്ലല്ലോ. എന്തു പറ്റി? പകുതി വഴി വെച്ച് രണ്ടും കൂടി വഴക്കിട്ടോ? വരനോട് പിണങ്ങി നീ തിരികെ വന്നതാണോ? അത് പിന്നെ എന്ന് പറഞ്ഞ് പ്രിയങ്ക ഇങ്ങനെ പറയാൻ തുടങ്ങുക. എന്നാൽ ഉർവശിയും കൽപ്പനയും കൂടി ഓരോന്നൊക്കെ പറഞ്ഞ് പ്രിയങ്കയെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. ഈ സമയത്തായിരിക്കും മുത്തശ്ശിയും പത്മിനിയും കൂടി പുറത്തേക്ക് വരുന്നത്. അന്നേരം കൽപ്പന പറയണേ, ആ ദേ അമ്മേ, മുത്തശ്ശി കണ്ടില്ലേ? നിങ്ങളെല്ലാവരും കൂടി കറങ്ങാനായിട്ട് പറഞ്ഞയച്ചില്ലേ? ദേ പ്രിയങ്ക മാത്രം തിരിച്ചു വന്നിരിക്കുക. വരൻ്റെ പാട്ടിന് പോയി. ഇവർ രണ്ടാളും തമ്മിൽ പുറത്തേക്കേടുകളുണ്ടെന്നും ഏതു നേരം തല്ലും വഴക്കുവാണെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പം കണ്ടോ, നേരിട്ട് എന്നെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടോ. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, എന്താ മോളെ പറ്റിയത്? ആ സമയം പ്രിയങ്ക പറയണേ, എൻ്റെ മുത്തശ്ശി എന്നെക്കൊണ്ട് എന്തെങ്കിലും പറയാനായിട്ട് ഏട്ടത്തിയും ചെറിയമേ സമ്മതിക്കണ്ടേ? വരൻ തന്നെയാണ് എന്നെ കാറിൽ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്നിട്ട് എന്തോ ചില സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വരൻ പുറത്തേക്ക് പോയി. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. ആ സമയം കൽപ്പന ചോദിക്കണേ, എന്ത് സാധനം മേടിക്കാനാണ് വരൻ പോയത്? അതെനിക്കെങ്ങനെ അറിയാനാ? വരൻ വരുമ്പോഴല്ലേ അതറിയാൻ പറ്റും. ഇത് കേൾക്കുന്ന കൽപ്പന പറയണേ, എൻ്റെ മുത്തശ്ശി ഇവളെ വാ തുറന്ന കള്ളം മാത്രമേ പറയൂ. ദേ ഇനിയും ഇവളെ വിശ്വസിക്കല്ലേ. അന്നേരം മുത്തശ്ശി പറയണേ, ആര് വിശ്വസിക്കണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ ആദ്യം മിണ്ടാതിരിക്കും. എന്താണെങ്കിലും വരൻ തിരികെ വരുമല്ലോ. അപ്പം അവനോട് തൊട്ട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അല്ലാതെ ഇപ്പം നീ ഓരോന്ന് കൽപ്പിച്ചു കൂട്ടി പറയാൻ നിൽക്കണ്ട. മോളുവാ എന്നും പറഞ്ഞ് പ്രിയങ്കയും കൂട്ടി അവരകത്തേക്ക് പോകുവാൻ കേട്ടോ. ഈ സമയം ഉർവശി പറയണേ, കൽപ്പനെ അവളെ പഠിച്ച കള്ളിയാ. കണ്ടില്ലേ എല്ലാവരെയും ഓരോന്ന് പറഞ്ഞ് വശത്താക്കുന്നത്. ഈ സമയം കൽപ്പനക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് നിൽക്കുക. കൽപ്പന പറയണേ, ഇന്നത്തോടെ തന്നെ ഈ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കും. അവളുടെ കള്ളക്കളിയൊക്കെ ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സന്ധ്യയ്ക്ക് രാധിക വിളക്കുമായിട്ട് വീടിൻ്റെ മുറ്റത്തേക്ക് വരുവാണ്. അങ്ങനെ ഉമ്മറത്തെ വിളക്ക് വെച്ച് തുളസിത്തറയിലേക്ക് വരുവാണ് കേട്ടോ രാധിക. അങ്ങനെ അവിടെ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും ജീവ ചെടികൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറക്കുന്ന രാധിക ജീവയെ കണ്ട് ഞെട്ടിപ്പോകുവാണ്. നിങ്ങളെന്താ ഇവിടെ? അന്നേരം ജീവ പറയണേ, രാധികയെ ഞാൻ തന്നെ കാണാൻ വന്നതാ, തന്നോട് സംസാരിക്കാൻ. നിങ്ങൾക്കെന്താ ബോധമില്ലേ? ഇവിടെ ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ട്. ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും. നിങ്ങളെന്നെ ശല്യപ്പെടുത്താതെ ഒന്ന് പോകുന്നുണ്ടോ? ഈ സമയം ജീവ പറയണേ, രാധികയെ ഇത്ര നാൾ ഞാൻ കാത്തിരുന്നത് ഇതുപോലൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ്. സന്ധ്യാസമയത്ത് വീടിന് മുമ്പിൽ വിളക്ക് വെച്ച് തുളസി തറയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരു ഗ്രാമീണ പെൺകുട്ടി. തന്നെ എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാകാൻ കാരണം അതുതന്നെയാണ്. എത്ര ശ്രമിച്ചിട്ടും തന്നെ എനിക്ക് മറന്നു കളയാൻ പറ്റുന്നില്ല. തനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞ് താൻ ഒഴിഞ്ഞു മാറാൻ നിൽക്കേണ്ട. താൻ പറയുന്നതൊക്കെ കള്ളമാണെന്ന് എനിക്കറിയാം. വീട്ടിലെ എന്തോ ചില സാഹചര്യങ്ങൾ അതാണ് തന്നെ പിന്നോട്ട് വലിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ വീട്ടുകാരുമായിട്ട് തൻ്റെ വീട്ടിലേക്ക് ഒരു കല്യാണം രചനയായിട്ട് വന്നാൽ താൻ സമ്മതം പറയുമോ? അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി. ഈ സമയം രാധിക ജീവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നോർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കും കേട്ടോ. ആ നേരത്തായിരിക്കും മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ പുറത്തേക്ക് വരുന്ന മുത്തശ്ശി രാധിക ആരുമായിട്ട് സംസാരിക്കുന്ന ഒരു കാഴ്ച കൊണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്